വളരെ എളുപ്പത്തിൽ തന്നെ ക്രിസ്പി ആൻഡ് സ്പൈസി മിക്സ്ചർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. ഇനിയിപ്പോൾ കടയിലൊന്നും പോയി കഷ്ടപ്പെട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഏറെ അങ്ങ് വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്കത് എടുത്ത് കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കും കൊടുക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണല്ലോ. ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമുക്ക് ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു സ്പൈസി ആയ സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഈ മിക്സ്ചർ. അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഇനിയിപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 2 കപ്പ് കടലപ്പൊടിയും 1 കപ്പ് അരിപ്പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെ നമ്മൾ കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. പച്ചവെള്ളം പാർന്നാൽ മതി കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, കുറേശ്ശെ ചേർത്തുകൊണ്ട് അങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇടിയപ്പത്തിനൊക്കെ ആക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് ഓയിലെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കയ്യിലിങ്ങനെ ഒട്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഓയിൽ ചേർത്ത് ആക്കി കൊടുക്കുന്നത്. പിന്നെ ഈ സേവനായിലേക്ക് ഞാൻ കുറച്ച് ഓയിലെല്ലാം അങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഓരോ ചെറിയ പീസാക്കിയിട്ടിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഞാനിത് അതിലോട്ട് ഇങ്ങനെ പരത്തിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഒത്തിരി ഫ്രൈ ആവരുത്, അപ്പോൾ അതിൻ്റെ കളറും മാറും, ആ ഒരു ടേസ്റ്റ് മാറും, ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഏതൊരു പലഹാരത്തിനും പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, അതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാം ചുറ്റിയെടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ പൊട്ടി വരുന്നുണ്ട്, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അത് നമ്മൾ അവസാനം ഓരോന്ന് എല്ലാം പൊരിച്ചെടുത്ത് പൊട്ടിക്കല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിലിങ്ങനെ പൊട്ടി വരുന്നതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഞാനിത് എല്ലാം അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം അതൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലോട്ടുള്ള ബൂന്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് കടലപ്പൊടിയും അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂണുള്ള അരിപ്പൊടിയായിട്ട് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം ചേർത്തുങ്ങാണ്ട് കുറേശ്ശെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല, അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതാണ് കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനിത് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയിലിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ചട്ടകത്തിലോട്ട് നമ്മളിങ്ങനെ പാർന്ന് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ബൂന്തി റെഡി ആയി കിട്ടും കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി തിക്കാവാനും പാടില്ല, എന്നാൽ നേരിതാവാനും പാടില്ല, അപ്പം നമുക്ക് കറക്റ്റിൽ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ബൂന്തിയെല്ലാം ഇങ്ങനെ ഒക്കെ കോരി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ ബൂന്തി. കുറച്ചിങ്ങനെ സ്റ്റിക്കായി നിൽക്കണതൊക്കെ നമുക്ക് ലാസ്റ്റ് പൊട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് ബൂന്തിയെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ബൂന്തിയെല്ലാം റെഡി ആക്കിയതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ചേറെ കറിവേപ്പില എടുക്കട്ടെ മിക്സറിലേക്ക്. അതാണ് ടേസ്റ്റ് വരിക. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ വിട്ട് നിന്ന് ശ്രദ്ധിച്ച് വേണം അതൊക്കെ ചെയ്യാനും, അല്ലെങ്കിൽ മേലേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ കറിവേപ്പില നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലോട്ട് കുറച്ച് വെളുത്തുള്ളി കുത്തി ചതച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് വരുന്നത്. ഇതെല്ലാം മിക്സറിലോട്ട് ചേർത്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ വെളുത്തുള്ളി എല്ലാം ഞാനൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു 4-5 വറ്റൽമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതും നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും, അപ്പോൾ അതും ചേർക്കുന്നുണ്ട്. അടുത്തത് നിലക്കടല ഇട്ട് കൊടുക്കുന്നത്. നിലക്കടല കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടേസ്റ്റ് വരും. നമ്മൾ മിക്സർ കടിക്കുമ്പോൾ ചിലവരൊക്കെ കടല മാത്രം ഇങ്ങനെ പൊറുക്കി തിന്നല്ലോ. അപ്പോൾ ചിലവർക്ക് അതൊരു ഹോബിയായിരിക്കും. മിക്സർ മറ്റുള്ളതൊന്നും തിന്നില്ല, കടല മാത്രം പൊറുക്കി തിന്നുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചേറെ കടല ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നിലക്കടലൊക്കെ ഞാൻ പച്ച നിലക്കടലായിട്ട് ചേർത്തത്. നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുത്ത് നിലക്കടല ചേർക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പച്ച നിലക്കടല ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കോരിയതിന് ശേഷം ഇനി പൊട്ടുകടല ചേർക്കട്ടെ. നമ്മുടെ പരിപ്പ് കടല എന്ന് പറയില്ല, അത് ചേർക്കുന്നുണ്ട്. അതും നിലക്കടല ഞാൻ 1 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം പൊട്ടുകടലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി സംഭവം മിക്സിംഗ് ആണ്. അപ്പോൾ ഈ മിക്സിങ് നല്ല അടിപൊളിയായിട്ട് ഈ മിക്സിങ് പരിപാടി ചെയ്യാനും
ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ. നല്ല രസമുള്ള പരിപാടിയായിട്ട് ഈ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഇട്ടിട്ട് ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സൗണ്ട് വരുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെടുത്ത മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇതാ നന്നായിട്ട് ഒക്കെ ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒക്കെ ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് മിക്സിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ നന്നായിട്ടൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിട്ട് ഈ മിക്സറുള്ളത്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ബൂന്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബൂന്തിയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ്, എരിവ് ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇത് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇപ്പോൾ ചൂടോടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണല്ലോ, ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിലേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുള്ളൂ. ചൂടാറാൻ കാത്തു നിൽക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും എല്ലാം കുറവാണെങ്കിൽ നമുക്കിതെന്താ എല്ലാം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു എരിവും ഉപ്പെല്ലാം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഈ മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കാരണം ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം അതിലേക്ക് ചേർന്ന് വരുമ്പം നല്ല ഫ്ലേവറും നല്ല ക്രിസ്പി, നമുക്ക് ചായയുടെ കൂടെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയത് 1 കിലോളം ഉണ്ട് കേട്ടോ. ഞാൻ 1 കിലോയുടെ ഒരു കുപ്പിയിലിട്ട് വെച്ചപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട്. അപ്പം വീട്ടിലെ കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മിക്സ്ചറാണ്. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.